السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل بدعة ضلالة وفي رواية وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം വിവാഹശേഷം കുടുംബജീവിതം സുഖകരമായി തീരാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്, അഥവാ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള പരിവർത്തനങ്ങൾ നാം വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ വിഷയം വിവാഹത്തിന് മുമ്പ് എന്തെല്ലാം ആവശ്യമാണ്, വധൂവരന്മാരെ സ്വീകരിക്കുന്ന വിഷയത്തിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ നാം പരിഗണിക്കണം എന്നതാണ്. ഈ വിഷയം വിവാഹശേഷം കുടുംബജീവിതം സുഖകരമായി തീരണം. സുഖകരമായി തീരുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലൊരു അടിപൊളി ജീവിതമല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ദുനിയാവിനും ആഖിറത്തിനും പ്രയോജനകരമായി തീരുന്ന ഒരു കുടുംബജീവിതം, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ വിവാഹശേഷം എന്തെല്ലാം കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ വിഷയം. അതിന് ഒന്നാമതായി പറയാനുള്ളത്, കുടുംബത്തെ നയിക്കേണ്ടവര് പുരുഷനും സ്ത്രീയും കൂടിയാണ്, അഥവാ ഭാര്യയും ഭർത്താവും കൂടിയാണ്. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഭർത്താവിനാണ് അള്ളാഹു ആ കുടുംബത്തിന്റെ അധികാരിയായിട്ട്, ആ കുടുംബം നയിക്കാനുള്ള അവകാശവും അധികാരവും ഭർത്താവിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ അധികാരം ഭാര്യമാരും കുട്ടികളും വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു വിജാലി അലൈഹിന്ന ദറജത്ത്, പുരുഷന്മാർക്ക് ആ സ്ത്രീകളെക്കാളും ഒരു പദവി അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ പദവി സ്ത്രീകൾ പുരുഷന് വകവെച്ചു കൊടുക്കണം, എങ്കിലേ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പുരുഷൻ ആ വൃത്തിയുടെ അധികാരം ഉണ്ടാകും. ഒരു വീട്ടിന്റെ ഉടമസ്ഥന്റെ പേര് മൂസയാണെങ്കിൽ അത് മൂസാക്കാട് ചോദിച്ചിട്ട് കാര്യമില്ല, ഫാത്തിമാട് ചോദിക്കണം എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മൂസാക്ക് അവിടെ ഒരു ഡമ്മിയായിട്ട് ഇങ്ങനെ നീങ്ങാണ്, മൂപ്പർക്ക് അവിടെ പ്രത്യേകമായിട്ട് ഒരു അധികാരമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണം? നമ്മള് പാത്തുവിന്റെ മൂസ ആകരുത്, മൂസന്റെ പാത്തു ആകണം. കുടുംബജീവിതം അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ കുടുംബജീവിതം എങ്കിൽ
അത് നരകതുല്യായിരിക്കും. ദുനിയാവിൽ മാത്രത്തിലോ നഷ്ടം നമുക്ക് കൈവരുത്തും എന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുന്നത്. വൈദാക്കാന ഉമറാഉക്കും ഷിറാറുക്കും, അള്ളാഹുവിന്റെ റസൂൽ അരുളിയ ഒരു ഹദീസ്. ഈ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നും ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. വൈദാക്കാന ഉമറാഅക്കും ഷിറാറുക്കും, നിങ്ങളുടെ നേതാക്കന്മാര് വളരെ മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ, ദുഷ്ടന്മാരാണെങ്കിൽ, അഗ്നിയാവുക്കും ബുഖലാവുക്കും, നിങ്ങളുടെ സമ്പന്നന്മാരൊക്കെ പരമ ദുഷ്ടന്മാരാണെങ്കിൽ, പിശുക്കന്മാരാണെങ്കിൽ, ഉമൂറക്കും ഇലാ നിസായിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ സ്ത്രീകളെ ആണെങ്കിൽ, ബത്തനുല്ലാറിലെ ഖൈറുന്നുള്ള ശരിയ, ഭൂമിയുടെ മുകൾ ഭാഗത്തെക്കാളും നിങ്ങൾക്ക് താമസിക്കാൻ നല്ലത് ഭൂമിയുടെ അടിഭാഗമായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഭൂമുഖത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസം വരും. കാരണം എല്ലാ കാര്യങ്ങളും ഭാര്യമാരിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഭർത്താവിന് യാതൊരു അധികാരമില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥ കുടുംബജീവിതം തകർക്കും. കാരണം പലപ്പോഴും ഭാര്യയുടെ ഉപദേശം അനുസരിച്ചായിരിക്കും ഈ പാവം മനുഷ്യൻ നീങ്ങ. പലയിടത്തും തല്ലുള്ളേണ്ടതായിട്ട് പോലും വരും പല വിഷയത്തിലും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്ത്രീ പുരുഷ സമത്വവാദം ഉന്നയിക്കുന്ന ചില മതസംഘടനകളിൽ പോലും ചില ആൾക്കാരുണ്ട്. അങ്ങനെ നീങ്ങുന്ന ചില പ്രസ്ഥാനങ്ങൾ വരെ കേരളത്തിലുണ്ട്. അങ്ങനെ പേര് പറയുന്നു, ശരിയല്ലാത്ത. സ്ത്രീകളും പുരുഷന്മാരൊക്കെ തുല്യാണ് എല്ലായിടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമേയമൊക്കെ അവതരിപ്പിച്ച് പ്രസംഗമൊക്കെ കൊണ്ടെടുക്കുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷെ അന്ന് ഇസ്ലാമികമായിട്ട് ശരിയല്ല. സ്ത്രീക്ക് പല കാര്യത്തിലും സ്ത്രീയും പുരുഷനും തുല്യ, പക്ഷെ എല്ലായിടത്തും തുല്യമല്ല. അതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, യഫ്ലഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറാത്തൻ. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. ലൻ യഫ്ലഹ ഖൗമുൻ, ഒരു ജനതയും വിജയം കൈവരിക്കുന്നതല്ല, വല്ലൗ അംറഹും ഇംറാത്തൻ, അവരുടെ കാര്യങ്ങൾ സ്ത്രീകളെ ഏൽപ്പിച്ച, എല്ലാ കാര്യങ്ങളും സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു കൗമും വിജയം കൈവരിക്കുന്നതല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ ആ നിലക്ക് കുടുംബജീവിതം നമുക്ക് സുഖകരമായി തീരണമെങ്കിൽ ആണും പെണ്ണും യോജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുരുഷന് അതിൻ്റെതായ സ്ഥാനം നൽകിക്കൊണ്ട്, ഇപ്പൊ പലപ്പോഴും ഈ കുട്ടികളെ വിവാഹ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഭാര്യമാരോടൊക്കെ കൂടിയാലോചന നടത്തണ്ടെന്നല്ല പറഞ്ഞത്. സമ്പൂർണ്ണ അധികാരം ഭാര്യയ്ക്ക് വിട്ടുകൊടുത്ത പുരുഷന് അവരിൽ ഒരു പങ്കുമില്ലാത്ത നിലക്ക് അങ്ങനെ ആ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ കുടുംബജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല, പരാജയമായിരിക്കും എന്നാണ് നമ്മളെ സ്വന്തം അഭിപ്രായം പറയല്ല, പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം അങ്ങനെയാണ്. മറ്റൊന്ന്, വിവാഹശേഷം ഒരു കുടുംബത്തിൽ ജീവിക്കുന്നത് മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനഃശാസ്ത്രം അറിയാത്ത ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും. പലപ്പോഴും ഭർത്താവിന്റെ സ്വഭാവമോ മനഃശാസ്ത്രമോ ഇംഗിതമോ ഭാര്യക്കറിയില്ല, ഭാര്യയുടെ മനഃശാസ്ത്രമോ ഇംഗിതമോ താല്പര്യമോ ഭർത്താവിനും അറിയില്ല. ആദ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, ഭർത്താവിന്റെ മനഃശാസ്ത്രം ഭാര്യയും പഠിക്കാൻ ശ്രമിക്കണം, ഭാര്യയുടെ മനഃശാസ്ത്രം പഠിക്കാൻ ഭർത്താവും ശ്രമിക്കണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റ ചട്ടം അവർ സ്വയം ജീവിതത്തിൽ സ്വീകരിക്കണം. എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഇപ്പൊ ഭർത്താവിന് ഉപ്പ് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഉപ്പ് കുറച്ച് കറി കൊടുക്കുക, അതാണ് ഭാര്യൻ്റെത്. അതെങ്ങനെയാണ് നമ്മൾ മുമ്പ് ഇങ്ങനെ നടന്ന് ചാറ്റിൽ ഇത്ര ഉപ്പിട്ടിരുന്നു ആ നിലക്ക് വീണ്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ, മുമ്പ് തന്റെ വീട്ടിൽ നിന്ന് പഠിച്ച ആ പഠിപ്പാണ് സ്ത്രീ നിർവഹിക്കുന്നതെങ്കിൽ ആ കുടുംബജീവിതം പലപ്പോഴും കച്ചറയിലായിരിക്കും. അതുകൊണ്ട് ഭർത്താവിന്റെ മനഃശാസ്ത്രം പഠിക്കാൻ ഭാര്യയും ഭാര്യയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ ഭർത്താവും ശ്രമിക്കണം. അത് കുടുംബജീവിതം മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതം സുഖകരമാകാൻ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തതാണ്
ഹഖ്ഖു സൗജി അലൽ മർഅത്തി അല്ലാ തഹ്ജുറ ഫിറാശു, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാ തഹ്ജുറ ഫിറാശു, അവന്റെ വിരിപ്പിൽ നിന്ന് അവൾ അകലാതിരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് വഅൻ തബിറ ഖസമുഹു, ഭർത്താവുമായി ചെയ്തിട്ടുള്ള ശപഥങ്ങള് അത് പൂർത്തീകരിക്കുക എന്നതും ഭാര്യയുടെ മേൽ കടമയിൽപ്പെട്ടതാണ്. വഅൻ തുതിയ അംറഹു, ഭർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. വഅല്ലാ തഖ്റുജ ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്നും പുറത്തു പോകാതിരിക്കുക എന്നതും ഭാര്യയുടെ കടമയിൽപ്പെട്ടതാണ്. വഅല്ലാ തദ്ഖുല അലൈഹ മൻ യക്റഹു, ഭർത്താവ് വെറുക്കുന്ന ആളുകൾ, ഭർത്താവിന് വെറുപ്പുള്ള ആളുകളെ വീട്ടിൽ കയറ്റാതിരിക്കുക എന്നതും ഭാര്യയുടെ കടമയിൽപ്പെട്ടതാണ്. അപ്പൊ വിരിപ്പിൽ നിന്ന് ഭർത്താവിനോട് മാറിക്കിടക്കുക, അതുപോലെ ഭർത്താവുമായി വല്ല ശപഥമോ സത്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കാതിരിക്കുക, ഭർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്നും പുറത്തു പോവുക, അതുപോലെ ഭർത്താവിന് വെറുപ്പുള്ള ആളുകളെ വീട്ടിൽ കയറ്റുക പോലത്തെ കാര്യങ്ങളൊക്കെ ഭാര്യമാർ ഒഴിവാക്കുക. ഇത് ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസില് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ഇദാ ദഅ റജുലു ഇംറാഅതഹു ഇലാ ഫിറാശിഹി, ഒരു പുരുഷൻ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം ഫലം തേത്തിഹി, അവൾ വരുന്നില്ലെങ്കിൽ ഫബാത്ത വദ്ബാന അലൈഹ, ആ ഭർത്താവ് അവളിൽ കോപിച്ചുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടുന്ന പക്ഷം ലഅനത്തുഹൽ മലായിക, അവളെ മലക്കുകൾ ശപിച്ചുകൊണ്ടേ ഇരിക്കും ഹത്താ തുഷ്ടിഹ, നേരം പുലരുന്നത് വരെ. അപ്പൊ ഭർത്താവ് ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിക്കുകയും അവൾ വരാതിരിക്കുകയും ചെയ്തു, അതിന്റെ പേരിൽ ഭർത്താവ് അവളോട് കോപിച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ നേരം പുലരും വരെ മലക്കുകൾ പോലും അവളെ ശപിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ ഇംഗിതം, എത്രത്തോളം ആരാധനകൾ പോലും ഭർത്താവിന്റെ കൽപ്പനകൾക്ക് വിധേയമാകണമെന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എല്ലാ ആരാധനയല്ല, നിർബന്ധ കാര്യം അത് തടസ്സപ്പെടുത്താൻ ഒരു ഭർത്താവിന് അവകാശമില്ല. പക്ഷെ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന്റെ അനുവാദം വേണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. ലാ യഹില്ലു ലി ഇംറാത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി, ലാ യഹില്ലു ലി ഇംറാത്തിൻ, ഒരു പെണ്ണിനും അനുവദനീയമല്ല അൻ തസൂമ, നോമ്പ് നോൽക്കുക എന്നുള്ളത്, വസൗജുഹാ ഷാഹിദുൻ, ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ നോമ്പ് നോൽക്കുക എന്നത് ഒരു പെണ്ണിനും അനുവദനീയമല്ല. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദപ്രകാരമല്ലാതെ. വലാ തഅ്ദന്ന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, വലാ തഅ്ദന്ന, ഒരിക്കലും അവൾ അനുവാദം നൽകരുത് ഫീ ബൈതിഹി, അവളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ, ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിന്റെ അനുവാദം കൂടാതെ അന്യ പുരുഷന്മാരെ വീട്ടിലേക്ക് കടത്താൻ അവൾക്ക് അവകാശമില്ല. അപ്പൊ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിന് അനുവാദം വേണം. അതുപോലെ വീട്ടിലേക്ക് ഒരു അന്യനെ കടത്തണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും ശരി, സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കടത്താതിരിക്കണം. അപ്പൊ മൊത്തത്തിൽ ഭർത്താക്കന്മാർക്ക് വിരോധമുള്ള ആളുകളെ, അവർ സംശയിക്കുന്ന ആളുകളെയും മോശപ്പെട്ട ആളുകളെയും ഒക്കെ വീട്ടിലേക്ക് കടത്തുമ്പോൾ അത് ഭർത്താവിന് സമ്മതമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ എന്നാണ് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് നമ്മള് കുടുംബജീവിതം സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യമാര് നിർവഹിക്കേണ്ട ചില കടമകളും, ഭാര്യമാർക്ക് മാത്രമല്ലല്ലോ നിയമം, ഭർത്താക്കന്മാർക്കുണ്ട്. ഭർത്താവിന് ഭാര്യയോട് ഒരുപാട് കടമകൾ നിർവഹിക്കാനുണ്ട്. ആ കാര്യം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല, മുആവിയ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, എന്താണ് ഞങ്ങളിൽ ഒരുത്തിക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ്? മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, ഞങ്ങളുടെ മേൽ ഭർത്താവിനുള്ള അവകാശങ്ങളും കടമകളും എന്തൊക്കെയാണ്? മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. ഖാല,
നബി പറഞ്ഞു അൻ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൾക്കും ഭക്ഷണം നൽകണം. നീ ധരിക്കുകയാണെങ്കിൽ ഉടുക്കുകയാണെങ്കിൽ അവളെയും ഉടുപ്പിക്കണം. അവളുടെ മുഖത്തടിക്കരുത്. അവളോട് തോന്നിവാസം പറയരുത്. വീട്ടിൽ വെച്ചല്ലാതെ അവളെ നീ വെടിയരുത്. പൊതുവഴിയിൽ വെച്ചൊക്കെ ജനങ്ങൾ കാണുന്ന വിധത്തിൽ ഭാര്യമാരെ നമുക്ക് വെടിയാൻ പറ്റില്ല. വല്ല വിരോധം ഉണ്ടെങ്കിൽ വീട്ടിലത് പ്രകടിപ്പിക്കുക. മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഭാര്യമാരെ വെടിയാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സൗന്ദര്യത്തിന്റെ പേരിലൊക്കെ ചിലപ്പോ ചില പുരുഷന്മാര് ഭാര്യമാരെ ഒപ്പം കൂട്ടാൻ പോലും മടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽപ്പെടും. ഇപ്പൊ ഭാര്യക്ക് പിന്നെ സോക്കടയേൽക്കും, അല്ലെങ്കിൽ കുറച്ച് തന്നെക്കാളും പ്രായം തോന്നിപ്പിക്കും. അപ്പൊ ആ നിലക്കൊക്കെ ഭാര്യമാരെ ഒപ്പം കൊണ്ടെടുക്കുക, വെടിഞ്ഞു നിൽക്കുക. ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ഈ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ഹദീസിന്റെ ആശയത്തിന് വിരുദ്ധമാണ് ഇതൊക്കെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ല നിങ്ങൾ അറിയണം, അലൈക്കും നിങ്ങളുടെ മേൽ അവരോടുള്ള നിങ്ങളുടെ അവകാശങ്ങൾ, അന്യുഹ്സിനു ഇലൈഹിന്ന നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം, ഈ കിശുവത്തിഹിന്ന അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും, വതആനിഹിന്ന അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും നിങ്ങൾ അവരോട് പുരുഷന്മാര് ഭാര്യമാരോട് നന്മ കാണിക്കണം. എന്ന് പറഞ്ഞാല് അവർക്ക് ഭക്ഷണം നൽകണം, അവർക്ക് വസ്ത്രം നൽകണം. ഇതിന്റെ ബാധ്യതയൊക്കെ പുരുഷന്മാർക്കുള്ളതെന്ന് തുറമുത് ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം ഭാര്യമാർക്ക് ഭക്ഷണം നൽകുന്നത് പോലും സദക്കയുടെ കൂലി കിട്ടുന്ന റസൂൽ പറഞ്ഞത്. നമ്മളെ വീട്ടിൽ ചെലവഴിക്കുന്ന, നമ്മൾ അധ്വാനിച്ച് നമ്മളെ വീട്ടില് ഒരു പൈസ ചെലവഴിച്ചാൽ അതിന് പോലും പഠിച്ചവന്റെ പ്രതിഫലമുണ്ട് എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു പുരുഷൻ തന്റെ വീട്ടുകാരുടെ മേൽ ചെലവഴിക്കുന്നില്ല, യഹ്തശിബുഹ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, വയ്യലഹു സദഖത്തൻ അത് അവനുള്ള ഒരു സദഖയായിട്ട് ദാനധർമ്മത്തിന്റെ പ്രതിഫലം അതിനും അവന് കിട്ടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തത്. ഇനി ഭർത്താവ് ദരിദ്രനാണെങ്കിൽ പോലും, ഭാര്യ സമ്പന്നയാണ്, ഭർത്താവ് ദരിദ്രനാണെങ്കിൽ ഭർത്താവിന് സക്കാത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന റസൂൽ പറഞ്ഞു. അതിന് രണ്ട് പ്രതിഫലം ഉണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഭർത്താവ് ദരിദ്രനാണ്, ഭാര്യ സമ്പന്നയാണ്. ആ നിലക്ക് തന്റെ സക്കാത്തിന്റെ ഒരു വിഹിതം ഭർത്താവിന് നൽകുന്നതിൽ ഇസ്ലാമിൽ വിരോധമില്ല. അങ്ങനത്തെ ഒരു സംഭവം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അഭിപ്രായം അൻ ജൈനബ ഇംറാത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ ജൈനബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് അൻ ഇൽതായി സദഖത്തി അല സൗജി ഭർത്താവിന് സദഖ നൽകുന്ന വിഷയത്തിൽ അത്തത്ത് ഇംറാത്തുൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യയുടെ പേരാണ് സൈനബ്. ആ സ്ത്രീയും മറ്റൊരു സ്ത്രീയും കൂടി, സമ്പന്നയായ മറ്റൊരു സ്ത്രീയും കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കല് ഈ സംശയം തീർക്കാൻ വേണ്ടി ചെല്ലാം. എന്താ അവർക്ക് രണ്ടുപേർക്കുള്ള സംശയം? അവരുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാര് ദരിദ്രന്മാരാണ്. ആ രണ്ട് സ്ത്രീകളും ധനികരുമാണ്. അപ്പൊ അവരുടെ സ്വത്തിന്റെ ഒരു വിഹിതം, സക്കാത്തിന്റെ ഒരു വിഹിതം ഭർത്താക്കന്മാർക്ക് നൽകുന്നതിൽ കുറ്റമുണ്ടോ എന്ന് പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ ജൈനബ റളിയല്ലാഹു മറ്റൊരു സ്ത്രീയും കൂടി യോജിച്ചിട്ട് പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹുമാ അജ്റാനി ഫഅതത് വമഅഹാ ഇംറാത്തുൻ ഹാജത്തുഹാ മിസ്ല ഹാജത്തിഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യയും മറ്റൊരു സ്ത്രീയും അവരുടെ ആവശ്യവും ഇവരുടെ അതേ ആവശ്യം തന്നെയാണ്. അതായത് ഭർത്താവിന് ദാനധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ് രണ്ടുപേരുടെയും സംശയം. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് സംശയം ചോദിച്ചപ്പോൾ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ അവരോട് രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലഹുമാ അജ്റാനി അജ്റു സദഖത്തി വ അജ്റുൽ ഖറാബത്തി രണ്ട് പ്രതിഫലം അവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി അറിയിക്കാം. ഒന്ന് ദാനധർമ്മം ചെയ്ത പ്രതിഫലം, മറ്റൊന്ന് കുടുംബബന്ധം ചേർത്തിയ പ്രതിഫലം. ഈ ഹദീസും ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഭർത്താവ് ദരിദ്രനാണ്, ഭാര്യ സമ്പന്നയാണെങ്കിൽ സക്കാത്തിന്റെ ഒരു വിഹിതം ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്രതിഫലം, ഒന്ന് ധർമ്മം ചെയ്ത പ്രതിഫലം,
മറ്റൊന്ന് കുടുംബബന്ധം പുലർത്തിയ പ്രതിഫലം. രണ്ട് പ്രതിഫലം. ഇനി ഒരു ഭർത്താവ് ഭാര്യക്ക് ഇതൊക്കെ കുടുംബജീവിതം മുന്നോട്ട് പോകാനുള്ള സുഖകരമായി മുന്നോട്ട് പോകാനുള്ള ഉപാധികളാണ്. ഭർത്താക്കന്മാര് പല ജാതി ഉണ്ടാവും. സമൂഹത്തില് പല ജാതി ആൾക്കാരുണ്ടാവുമല്ലോ. തീരുണ്ടാവും, പാമ്പുണ്ടാവും, പട്ടക്കൂറമായി ഒരു പ്രതികരണമില്ലാത്ത ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് ഈ മൂക്കപ്പാമ്പിന്റെ അരി ചൂടാടുന്ന ആൾക്കാരുണ്ടാവും. പല സൈസ് ആൾക്കാരാണ്. അപ്പൊ ആ നിലക്ക് പിഷ്ടന്മാരുണ്ടാവും. ചില പുരുഷന്മാര് ഹോട്ടലിൽ പോയി നല്ലോണം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. വീട്ടില് കാര്യമായിട്ടൊന്നും വാങ്ങി കൊടുക്കൂല. എന്തെങ്കിലും വല്ല മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കിലോ മൈദപ്പൊടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് രക്ഷപ്പെടുന്ന പലരും ഉണ്ട്. പല സമൂഹത്തിൽ പല ജാതി ആൾക്കാരാണ്. അപ്പൊ ഭർത്താവ് ഒരു സ്ത്രീക്ക് അവളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും മിതമായ നിലക്ക് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ ന്യായമായ നിലയില് അവന്റെ സ്വത്തിൽ നിന്ന് എടുക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഹദീസുകൾ ആ കാര്യം നമ്മൾ പഠിപ്പിക്കണം. അവൻ ആയിഷ റളിയല്ലാഹു ആ കാലത്ത് ആയിഷ റളിയല്ലാഹു പറയാണ്, കാലത്ത് ഹിന്ദുൻ ഇംറാത്തു അബീ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് നബിയോട് വന്ന് ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ. നബിയെ, അബൂ സുഫിയാൻ ഒരു പിശുക്കനായ മനുഷ്യനാണ്. വലൈസ യുതീമുനി മാ യക്ഫീനി വവലദി. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും കുട്ടിക്കും മതിയായ നിലയില് അയാൾ ചെലവിന് നൽകുന്നില്ല. ഇല്ലാമാ അഖദത്തു മിൻഹു വഹുവ ലാ യഅലമു. അദ്ദേഹം അറിയാത്ത നിലക്ക് ഞാനത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ചെലവിന് തരാത്തതിന്റെ പേരില് ഞാന് അദ്ദേഹം അറിയാത്ത നിലക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് തന്നെ എന്റെയും കുഞ്ഞിന്റെയും ചെലവിന് വഴി കാണുകയാണ്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുതിയമായ സ്ത്രീക്ക് നിനക്ക് ആവശ്യമുള്ളത് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നും നീ എടുത്തുകൊള്ളണം. അപ്പൊ വലതയ്ക്ക് ബിൽ മഅറൂഫി, നല്ല നിലയില് നാട്ടാചാര പ്രകാരം നല്ല നിലയിൽ നിനക്കും നിന്റെ കുഞ്ഞിനും ആവശ്യമുള്ളത് അവന്റെ സ്വത്തുനിന്ന് എടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ ഹദീസ്. അപ്പൊ ന്യായമായ നിലയില് ഭർത്താവ് പിശുക്കനാവുകയും ചെലവിന് കൊടുക്കാൻ മടിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്റെയും തന്റെ കുഞ്ഞുങ്ങളുടെ ഈ ചെലവിന് ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഭാര്യക്ക് ന്യായമായ നിലയില് എന്തെങ്കിലും സംഖ്യ എടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഈ ഹദീസ്. പിന്നെ മറ്റൊന്ന്, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഉണ്ടായിട്ടുള്ള ഈ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ ഇത് പരസ്യപ്പെടുത്തുന്ന ഇസ്ലാമിൽ. ഭാര്യമാരും പരസ്യപ്പെടുത്താൻ പാടില്ല, ഭർത്താക്കന്മാരും പരസ്യപ്പെടുത്താൻ പാടില്ല. അതാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഇന്നമിൻ അശർരി നാസി ഇൻദല്ലാഹി മൻസിലത. അള്ളാഹുവിന്റെ അടുക്കല് ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവരാരാ? യൗമൽ ഖിയാമ, അന്ത്യദിനത്തില്. അപ്പൊ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്ത് നിലനിൽക്കുന്ന ആളുകൾ അർറജുലു, ഒരു പുരുഷൻ, യുഫ്ളി ഇലൽ മർഅത്തി, അവൻ ഭാര്യയുമായി ബന്ധപ്പെടുന്നു, വതുഫ്ളി ഇലൈഹി, അവള് ഇവനുമായിട്ടും ബന്ധപ്പെടുന്നു, സുമ്മ യൻശുറു സിർറഹ, പിന്നീട് അവളുടെ രഹസ്യം, അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള രഹസ്യം പരസ്യപ്പെടുത്തും. അപ്പൊ ഇത്തരം പരസ്യപ്പെടുത്തുന്ന ആൾക്കാർ അന്ത്യദിനത്തില് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കൊണ്ട് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അന്ത്യദിനത്തിൽ എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി ഇതൊരിക്കാം. അള്ളാഹുന്റെ റസൂല് സഹാബികളോട് ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു സദസ്സിൽ വിളിച്ച് ചോദിക്കുക പോലും ചെയ്തു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം? നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഭാര്യയെ ഇപ്രകാരം ചെയ്തു അപ്രകാരം ചെയ്തു എന്ന് പരസ്യപ്പെടുത്താറുണ്ടോ എന്നൊരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കാൻ. ആ സദസ്സിൽ ആണും പെണ്ണൊക്കെ ഉള്ള ഒരു സദസ്സിൽ വെച്ചാണ് നബി ചോദിക്കുന്നത്, ഞാൻ ഭാര്യയെ ഇപ്രകാരം ചെയ്തു അപ്രകാരം ചെയ്തു എന്ന് നിങ്ങളിൽ ആരെങ്കിലും പരസ്യപ്പെടുത്താറുണ്ടോ എന്ന് ചോദിച്ചു. ആരും മിണ്ടിയില്ല. ആ ഒരു കുട്ടിയും മിണ്ടാത്തൊരവസരത്തില് ഒരു പെണ്ണ് എഴുന്നേറ്റ് നിന്ന് പറയണം. കാലത്ത് ഇമ്രാത്തുൻ, ഒരു പെണ്ണ് പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹും യതഹദ്ദസൂന വഇന്നഹുന്ന ലയതഹദ്ദസുന, തീർച്ചയായും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുണ്ടാകുന്ന രഹസ്യങ്ങള് പുറത്തു പറയുന്ന ചില പുരുഷന്മാരുണ്ട്, പുറത്തു പറയുന്ന ചില സ്ത്രീകളുമുണ്ട് നബിയെ എന്നൊരു പെണ്ണു എഴുന്നേറ്റ് പറയും. ഫഖാല, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയതദറൂന മാ മസലു മൻ ഫഅല ദാലിക,
അപ്രകാരം ചെയ്യുന്ന ആളുകൾ ഏതുപോലെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. ഇന്ന മസലമം ഫഅലദാലിക മസലു ശൈത്താനി മസലു ശൈത്താനും ശൈത്താനത്തിൽ ഇപ്രകാരം ചെയ്യുന്ന ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിട്ടുള്ള രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും, പുരുഷനാണെങ്കിൽ അത്തരം പുരുഷന്മാർ ശൈത്താനെ പോലെയാണ്, അത്തരം സ്ത്രീകൾ പെണ്ണ് ശൈത്താനെ പോലെയുമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് ഇമാം അഹമ്മദ്, അബൂദാവൂദ് ഒക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ വിഷയത്തിൽ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല തുബാശിറിൽ മർഅത്തുൽ മർഅത, ഒരു പെണ്ണ് പെണ്ണുമായി സഹവസിക്കരുത്. വതസിഫുഹാ ലിസൗജിഹാ, അങ്ങനെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ എല്ലാ രഹസ്യങ്ങളും ശാരീരികമായ അഴകും മറ്റുള്ള എല്ലാ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ ഭർത്താവിന് വേറൊരു പെണ്ണിന്റെ അഴകിനെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഏതുപോലെ കാനോ തന്തുറിയിലേയ ഭർത്താവ് അവളിലേക്ക് നോക്കുന്നത് പോലെയുള്ള വർണ്ണന. ഇന്നോടത്തെ ഇന്ന സൈനബ ഓളെ സൗന്ദര്യം എത്രയുണ്ട്, ഓളൊന്ന് കണ്ടാൽ ഏത് പുരുഷനും ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് വേറൊരു പെണ്ണിന്റെ അഴകിനെ കുറിച്ച് തന്റെ ഭാര്യ ഭർത്താവിനെ ബോധ്യപ്പെടുത്തരുതെന്ന്. കാരണം എന്താ, ഇത് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തൊക്കെ വിള്ളലുണ്ടാക്കുന്നതാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുപോലെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്യാഗ്രഹം വെടിയണം. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു വീട്ടില് വലിയൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയായിരിക്കും. അത് രണ്ടുണ്ടാകാറുണ്ട്. ചിലപ്പോ സമ്പന്നന്മാര് ദരിദ്രന്മാരിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരാറുണ്ട്, ദരിദ്രന്മാര് സമ്പന്നന്മാരിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു വീട്ടിൽ വരുമ്പോ എല്ലാ സൗകര്യം ആധുനികമായിട്ടുള്ള, ഇപ്പോ ചില വീട്ടിൽ ചെന്നാല് ഫ്രിഡ്ജ്, പിന്നെ അലക്കു മെഷീന്, ഒരു പെണ്ണിന് തടി അനങ്ങാത്ത എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അറ്റാക്കും പ്രമേയം ഒക്കെ മുമ്പ് സ്ത്രീകൾക്ക് ഇത്ര രോഗങ്ങൾ കുറവാണ്. ഇപ്പൊ എല്ലാ ആണും പെണ്ണും രോഗങ്ങളിൽ തുല്യ. പ്രമേഹ രോഗമാണെങ്കിലും അറ്റാക്ക് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഒക്കെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഉണ്ട്. കാരണം എന്താ, തടി ഇളകാറില്ല, ഒക്കെ കൊഴുപ്പ് വർദ്ധിച്ചിങ്ങനെ എപ്പോഴാ രക്തം പിന്നെ നാശപ്പെട്ടിട്ട് അറ്റാക്ക് വരുന്ന പ്രതീക്ഷിക്കുക ഓരോരുത്തർ ഈ ഒരവസ്ഥയിലാണ്. അപ്പൊ എന്താ, കുറച്ചൊക്കെ തടി ഇളകണം. അപ്പൊ ആ നിലക്ക് ഇപ്പൊ പുറത്ത് ഒക്കെ നടക്കും ചിലവര് ആരോഗ്യത്തിന്. പെണ്ണുങ്ങളും നടക്കാൻ തുടങ്ങിക്കണം രാവിലെ. അതേ ദിവസത്തിൽ പെരയിൽ ഒരു പണിയെടുക്കാൻ മടിയാ, തടിയാളാ, പുറത്ത് നടക്കും. ഇതാണ് നമ്മളൊക്കെ അവസ്ഥ. ഞാൻ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു, വെറും തെളിവ് മാത്രമല്ലല്ലോ, നമ്മളെ അനുഭവം പറയുന്നത്. അപ്പൊ ഈ നിലക്ക് നമ്മളെപ്പോഴും നോക്കേണ്ട കീഴ്പോട്ടാണ്. നമ്മളെ വീട്ടില് പിന്നെ ഒരു 2-3 കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളെ അടുത്ത അയൽ വീട്ടിൽ ഒന്നുമില്ല, ഇതൊന്നുമില്ല. എപ്പോഴും കീഴ്പോട്ട് നോക്കണം. മേപ്പോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കീഴ്പോട്ട് നോക്കുന്നവന് ഈ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോ 2 കാലില്ലാത്തവന്, ഒരു കാലില്ലാത്തവൻ 2 കാലില്ലാത്തവനും കാണുമ്പോ ഒരു സമാധാനാണ്. എനിക്ക് ഒരു കാലെങ്കിലും ഉണ്ടല്ലോ, മറ്റവന് 2 ഇല്ലല്ലോ. ഇങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇസ്ലാം അങ്ങനെയാണ്. ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഫൗഖകും, നിങ്ങളെക്കാളും മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. സാമ്പത്തികമായും മറ്റ് ഭൗതികമായ മെച്ചത്തെ കുറിച്ച് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറയുന്നത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം മോശപ്പെട്ട് കാണാതിരിക്കാൻ, തരം താഴ്ന്ന് കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സഹായമായിട്ടുള്ളതാണ്. അതായത് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ചെറുതായി കാണാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരവസ്ഥ എന്താണ്, നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പലതും കുറവ് തോന്നും, താഴ്ന്നവരിലേക്ക് നോക്കി നമുക്ക് ആ കുറവ് കാണില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം മാത്രമല്ല, ഈ ഹദീസ് ഇമാം ബുഖാരിയും ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, കുടുംബജീവിതം നമുക്ക് സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ വീട്ടുകാരിൽ നിന്ന് കേട്ടതാകട്ടെ നാട്ടുകാരിൽ നിന്ന് കേട്ടതാകട്ടെ
ഈ കണ്ടതും കേട്ടതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അപകടം ഉണ്ടാക്കും. ഈ കണ്ടതും കേട്ടതും പെണ്ണുങ്ങളിൽ നിന്നാണ് കിട്ടിയതെങ്കിലോ അവസാനം ഒരു തുമ്പും ഉണ്ടാവില്ല. ആരാ പറഞ്ഞു എന്നുള്ളത് ഒരു തുമ്പും ഉണ്ടാവില്ല. സമൂഹത്തിൽ ഇങ്ങനെ ഒരു വർത്താനം ഇങ്ങനെ ചുറ്റി തിരിയുണ്ടാവും. മറ്റേ ഈ ചുഴിയൊക്കെ ഉണ്ടല്ലോ പുഴയിലൊക്കെ ആരാ പറഞ്ഞു വെച്ചാൽ ഒരു തുമ്പും ഉണ്ടാവും. പറയുമ്പോ എന്ത് പറയും, എടി ഞാൻ എന്താ ആരോട് പറഞ്ഞിട്ട് എന്നോട് മാത്രമേ ഉള്ളൂ. ഈ കേൾക്കണാണോ അതേമാതിരി വേറെ ഒരാളോട് പറയും. ഈ സംഭവം ഇത് നടന്നിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എത്രത്തോളം അപകടമാണ്. കുടുംബജീവിതം മാത്രമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ ദുഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കണ്ടതും കേട്ടതും പറയരുതെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം അതാണ്. യാ മാശറൻ നിസാ, റസൂലുള്ളാഹിക്ക് പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. യാ മാശറൻ നിസാ, സ്ത്രീ വിഭാഗമേ, തസദ്ദഖ്ന, നിങ്ങൾ ധാരാളമായിട്ട് ധർമ്മം ചെയ്യണം. ഫൈന്നി ഉരീത്തുകുന്ന അക്സറ അഹ്ലന്നാരി, അക്സറ അഹ്ലിന്നാരി, നരകത്തില് ബഹുഭൂരിപക്ഷവും നിങ്ങളെയാണ് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ദാനധർമ്മം ചെയ്യണം. അപ്പൊ എന്താ അറിയാ, ഇസ്ലാമിലൊരു ഹുക്കുമുണ്ട്, പലർക്കും അത് അറിയില്ല. നമ്മൾ ഒരാളെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിച്ചു എന്നൊക്കെ, ആ പരദൂഷണം പറയപ്പെട്ട ആൾക്കോ ആ ദ്രോഹിക്കപ്പെട്ട ആൾക്കോ എന്തെങ്കിലും നമ്മൾ നൽകാം, സന്തോഷിപ്പിക്കുക. അതോടുകൂടി ആ പാപം പൊറുക്കപ്പെടും. അതാ നബി ഇവിടെ ദാനധർമ്മത്തെ പറ്റി. അല്ല എല്ലാ പാപവും മനസ്സിലേക്ക് നീക്കുന്നില്ല. ദുന്യാവ് തന്നെ പല പാപങ്ങളും മായ്ച്ചു കളയുന്ന രീതിയിലാണ് പടച്ചവന്റെ സംവിധാനം. അതാണ് അള്ളാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞ, ഇത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അയ്യുമാ കൊത്തും, നിങ്ങൾ അവിടെ വഅത്ബി സയ്യിഅത്തൽ ഹസനത, ഒരു തിന്മ ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. തൻഹുഹ, ആ തിന്മയെ മായ്ച്ചു കളയും. ഒരാളെ നമ്മൾ പരിഹസിച്ചു നിൽക്കുക, നമ്മൾ ഓനെ ഒരു 100 റുപ്യ എടുത്തു, ഒരു സന്തോഷം ദരിദ്രനാണെങ്കിൽ 100 റുപ്യ എടുത്തു. തൻഹുഹ, എന്നാൽ അത് മായ്ച്ചു കളയും. വഅത്ബി സയ്യിഅത്തൽ ഹസനത, ഒരു തിന്മയോടൊപ്പം നന്മയെ തുടർത്തുക. തൻഹുഹ, ആ തിന്മ അത് മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, മറ്റൊരു കാര്യം, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് പറയുന്നത്, നിങ്ങളെയാണ് കൂടുതൽ നരകത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടിട്ടുള്ളത്. വഖുൽന, അപ്പോൾ പെണ്ണുങ്ങൾ നബിയോട് ചോദിച്ചു, ഒബിമയ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ അധികം നരകത്തിൽ കടക്കാൻ കാരണം? കാല, പ്രവാചകൻ പറഞ്ഞു, തക്ഫുർനല്ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ശാപം എന്ന് പറയുന്നത് പരദൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ്. അത് കൂടുതൽ സ്ത്രീകളിൽ നിന്നാണ്. പുരുഷന്മാരും സ്ത്രീകളും 2 നിലവാരം. പുരുഷന്മാരെ കണ്ടതും കേട്ടതും മുഴുവൻ പറയുന്ന ആൾക്കാർ ചുരുങ്ങും, വളരെ കുറഞ്ഞ ആൾക്കാരാണ്. സ്ത്രീകൾ മൊത്തത്തിൽ ഇതിന്റെ ആൾക്കാരാണ്. കിട്ടിയത് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശാപം. ശാപം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അശീറത്ത, ഭർത്താക്കന്മാരോട് നിങ്ങൾ നന്ദികേട് കാണിക്കുന്നു. ഒരു ഭർത്താവ് ഏറ്റവും നല്ല വിലയുള്ള വസ്ത്രം കൊണ്ടുപോയി കൊടുത്താലും വേറൊരു പെണ്ണിന്റെ സാരിയും വേറൊരു പെണ്ണിന്റെ വസ്ത്രവും പറഞ്ഞിട്ട് നമ്മൾ ആസ്വദിക്കും. അപ്പൊ എത്ര നന്മ ചെയ്താലും നന്മ ചെയ്താലും അത് പോരാ എന്ന് പറയുന്ന ഒരു സ്വഭാവം പെണ്ണുങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷം പെണ്ണുങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മനസ്സിലാക്കും. അതുപോലെ ഊഹാപോഹങ്ങൾ പറയരുത്, അത് കുടുംബബന്ധം തകർക്കും. ഊഹാപോഹങ്ങള് സമൂഹത്തിന് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരാള് ഏതെങ്കിലും ഒരു വഴിക്കൂടി നടന്നു പോവുകയാണെങ്കിൽ ഇന്നോടോടക്ക് പോവുകയാണ് നമ്മളാണ് മനസ്സിൽ പ്ലാൻ ഇട്ട് പറയാം. ഈ കണ്ടാൽ തന്നെ പറയാൻ പാടില്ല. അതാ ഇസ്ലാമിന്റെ ഹുക്മ്. കാരണം നമ്മളിവിടെ എല്ലാരും വിചാരണ ചെയ്യണ്ട. നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവം വളരെ മോശം. അള്ള പുറത്തു തന്നാലും പുറത്തു തരാത്തത്ര ആൾക്കാർ. നമ്മൾ ചിലപ്പോ അള്ളഹാനോട് പശ്ചാത്തപിച്ചിട്ട് ഒരു പാപം അള്ള നമുക്ക് പുറത്തു തന്നിട്ടുണ്ടാവും, എന്നാലും പടക്കാത്ത പടപ്പുള്ള ഒരു പാടും. അതാ മനുഷ്യന്റെ സ്വഭാവം. ഊഹാപോഹം. ശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലെ 12-ാം വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ലന്നി, ഊഹത്തിൽ നിന്ന് അധികവും നിങ്ങൾ വെടിയണം. ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൻ, ഊഹത്തിൽ ചിലത് പാപമായിരിക്കാം. എല്ലാ ഊഹവും തെറ്റാവില്ല. ഒരു നാട്ടിലൊരു വേശ്യാസ്ത്രീ ഉണ്ടെന്ന് വെക്കുക, അവർക്കിങ്ങനെ പുരുഷന്മാർ പോകണം, എല്ലാവരും പോകണം.
വേറൊരാളെ ആ വീട്ടിൽ കടന്നല്ല അത് തന്നെയാണ്. അത് ആ ഊഹം തെറ്റല്ല. പക്ഷെ നമ്മളത് എന്നോട് അവിടെ കടന്നു പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഊഹങ്ങളിൽ ഭൂരിപക്ഷം ഊഹം തെറ്റായിരിക്കും. സമൂഹത്തിൽ പരസ്പരമുള്ള ഈ സകല കുഴപ്പത്തിനും ഒരു കാരണം തന്നെ ഊഹമാണ്. ഊഹം വെച്ചാണ് പറയാ. നമ്മൾ ഈ ചാനലിലൊക്കെയാണ് ഏറ്റവും അധികം ചാനലുകള്, ടെലിവിഷൻ ചാനലുകള്, ഇതിന് മുഴുവൻ പറയാറുള്ള ഊഹങ്ങളാണ്. അവസാനം വരുമ്പോ കാര്യമായിട്ട് അങ്ങനെ സംഭവിച്ചായിട്ടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അവിടെ പറഞ്ഞാണ് തെറ്റിക്കല. അതുപോലെ ഇയ്യാക്കും വല്ലന്ന റസൂലിനും പറഞ്ഞു, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. അക്തബുൽ ഹദീസ്, വാർത്തകളിൽ വെച്ച് ഏറ്റവും കളവായത് ഊഹമാണ്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോ വീട്ടിലെ കാര്യമായിരുന്നാലും നാട്ടിലെ കാര്യമായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മള് ഒരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ, നമുക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോട് നമുക്ക് പറയുന്നതിനായി വിരോധമില്ല. അതല്ലാതെ ഏതെങ്കിലും ഒരു ഊഹം കണ്ട് ഒരു നിഴല് കണ്ടിട്ട് അതിനെ വെടിയേക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അതുപോലെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ മാത്രം, അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ മാത്രം, ഭർത്താവിന്റെ സഹോദരിമാരെ മാത്രം ആദരിച്ചാൽ പോരാ. ഭർത്താവിന്റെ കുടുംബങ്ങളെയും ആദരിക്കേണ്ട കടമയുണ്ട്. എങ്കിൽ മാത്രമേ ആ കുടുംബബന്ധം മുന്നോട്ട് പോകുള്ളൂ. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്, വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ചോദിക്കുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ സ്ഥിരമായി നിരീക്ഷിക്കുന്നവനും വീക്ഷിക്കുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു. അതുപോലെ കുടുംബത്തിന്റെ ദോഷങ്ങൾ ചെറുക്കണം. അതൊക്കെ കുടുംബജീവിതത്തിൽ അനിവാര്യമാണ്. ന്യായമായ ദോഷം. ഭർത്താവിനെ സംബന്ധിച്ച് ഒരാള് ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ നമുക്കത് ശരിയല്ലെങ്കിൽ ന്യായമായി നമുക്കതിനെ എതിർക്കാം. അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവിനെ കുറിച്ചാണ് ഒരാൾ വാർത്ത പ്രസ്താവിക്കുന്നതെങ്കിൽ നമുക്കതിനെ എതിർക്കേണ്ട കടമുണ്ട്. അതാണ് ഖൈറുക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്, അൽ മുദാഫിഉ അൻ അശീറത്തിഹി, തന്റെ കുടുംബത്തെ പ്രതിരോധിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. മാലം യഹ്സം, എപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല. ഭർത്താവിന്റെ അടുത്ത് തെറ്റാണ് വന്നതെങ്കിൽ മറ്റുള്ളവരൊപ്പം കൂടിയിട്ട് നമുക്ക് വിമർശിക്കാതിരിക്കാൻ നമ്മൾ ഉണ്ടാകത്തില്ല. മറിച്ച് തെറ്റില്ലെങ്കിലോ നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഭാര്യയെ കുറിച്ചാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ പോലും അതിനെ തെറ്റാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഭാര്യമാർക്കും അവകാശമുണ്ട്. ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഭർത്താവിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞാലും മാതാവിനെ കുറിച്ച് പറഞ്ഞാലും ആരെ കുറിച്ച് പറഞ്ഞാലും ആ കുടുംബത്തെ പ്രതിരോധിക്കേണ്ട ന്യായമായിട്ട് കാര്യമാണെങ്കിൽ ആ കുടുംബത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പുരുഷനും ഭാര്യക്കും സ്ത്രീക്കും ഒക്കെ അവകാശപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. കുടുംബബന്ധം ചേർക്കുക, ഇത് വലിയ ഭർത്താവിന്റെ കുടുംബങ്ങളെ ആദരിക്കലും പിന്നെ ഒക്കെ ഈ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരു ഹദീസിലൂടെ, നമ്മളെ ഹദീസ് മുമ്പ് ഉദ്ദേശിച്ചിട്ടുണ്ട്, ജന്നത്ത അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഴു കുടിയന്മാര് സ്വർഗത്തിൽ കടക്കൂല. വലാ മോമിനും സിഹിറിൻ, സിഹിറിൽ വിശ്വസിക്കുന്നവരും സിഹിർ ഫലിക്കുന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ കടക്കൂല. ഇന്നൊരു വിഭാഗം തന്നെ ഉണ്ട്, സിഹിർ ഫലിക്കുന്നു പറഞ്ഞു എത്താം. മുജാഹിദ് വിഭാഗത്തിനുള്ള ജിന്ന് എന്നാ പറയാ ആൾക്കാര്. എന്തായിക്കോട്ടെ, പ്രധാനപ്പെട്ട വാദം തന്നെ എന്താ, സിഹിർ ഫലിക്കും. സിഹിർ ഫലിക്കായിരുന്നു. അതൊരു പ്രസിദ്ധ, അതൊരു പ്രബോധനത്തിന്റെ വഴിയാക്കേണ്ട കാര്യമുണ്ട്. ഇന്നത്തെ ദീനിപ്പോ ഇതൊക്കെയാണ്, വെറുതെ കുറെ താടി വെച്ചിട്ട് കുറെ പാവങ്ങൾ, അതും പഠിക്കാത്തോലല്ല, ഡബിൾ ഡിഗ്രി ഉള്ള ആൾക്കാര്, PhD ഉള്ള ആൾക്കാര്, പഴയ കാലത്ത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലൊക്കെ മുഴുകിയിരുന്ന ആരാ, വിവരമില്ലാത്തവനാ. ഇന്ന് അന്ധവിശ്വാസവും അനാചാരത്തിനും ഒന്നാം കട ആറ്റ ഫസ്റ്റ് ഗ്രേഡിൽ എത്തുന്ന ആരാ,
വിദ്യാഭ്യാസമുള്ളവരാ. MBBS പഠിക്കുന്ന കുട്ടികള്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികള്, LLBക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ അന്ധവിശ്വാസത്തിന്റെ മൂർധന്യതയില് ഓല പറഞ്ഞു നടക്കുന്നുണ്ട് സിഹറ് വലിക്കുന്നു. ഇവർക്ക് എന്ത് ഈമാനാ? സിഹറ് വലിക്കലെങ്ങനെ? സിഹർ എന്ന അദൃശ്യമായ നിലയില് അള്ളാഹ് ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് ഫലിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഈമാനിലുണ്ടാ? ഹൈറും ഷെറും അള്ളാഹിന്റെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ പിന്നെ പറയാം? അപ്പൊ ഈ നിലക്ക് ഈമാനിന് വിരുദ്ധായിട്ടുള്ള സിഹർ പറഞ്ഞൊരു ഏർപ്പാട് നാട്ടിലുണ്ട്. അതില്ലാന്ന് ആർക്കും പിന്നെ വാദമൊന്നുമില്ല. ഇത് വിഷയം അതല്ല, അതൊരു 2-3 മണിക്കൂർ പറയാനുള്ള വിഷയമുണ്ട് സിഹർ. ആ വിഷയം മാത്രം ഇൻഷാ അല്ലാഹ് പിന്നീടാകാം. അപ്പൊ ഞാന് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. 3 വിഭാഗം ആളുകൾ സ്വർഗത്ത് കടക്കൂല എന്ന് പറഞ്ഞത് ഒലാ മോമിനും സിഹിറിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, പിന്നാരാ 3ാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിക്കുന്ന ആൾക്കാർ. അപ്പൊ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മള് പറഞ്ഞല്ല, കുടുംബത്തെ പ്രതിരോധിക്കല് ആ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമെന്നല്ല. ആ കുടുംബത്തെ പ്രതിരോധിക്കൽ എപ്പോഴാ? ന്യായമായ കാര്യത്തില്. ഇനി തെറ്റ് ചെയ്ത ഒരു കുടുംബത്തെ പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ടാവില്ല. അതാണ് വർഗീയത റസൂലുള്ള പഠിപ്പിച്ചത്. വാസിലത്തബിന് അസ്ഖറി റളിയല്ലാഹു വാസിലത്ത് റളിയല്ലാഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മൽ അസ്ബിയത്തു. ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്താണ് ഈ വർഗീയത? ഖാല, നബി പറഞ്ഞു, അൻ തുഈന ഖൗമക അലൽ ളുൽമി. അക്രമത്തിന്റെ പേരിൽ നിന്റെ സമൂഹത്തെ നീ സഹായിക്കല വർഗീയത. ഇന്ന് വ്യാപകമായി നടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് 100% ബോധ്യപ്പെട്ടാലും ശരി, ഓന് വേണ്ടി ആ പാർട്ടിക്കാരും നിലനിൽക്കും. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ കട്ടാല് സകല മര്യാദക്കാരും ആ കള്ളന് വേണ്ടി വാദിക്കും. ഇതല്ല ഇസ്ലാം. അതാണ് വർഗീയത. അതാണ് റസൂലുള്ള വർഗീയത എന്ന് പറഞ്ഞതായിട്ട് അബൂദാവൂദ് വാസിലെത്തുന്ന റിപ്പോർട്ട് ചെയ്ത. പിന്നെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇത് പ്രവാചകന്റെ ഭാര്യമാർക്ക് വരെ കഴിയാത്തൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതം ഒരു സുഖമില്ലാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിലെയും നമ്മെയും ഒക്കെ എടുത്ത് ജീവിതം ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസം സുഖിച്ച സുഖം അവരുടെ ആയുസിന്റെ അടിയിൽ അവർ കുറിച്ചിട്ടില്ല. ചരിത്രം കൊണ്ടും ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടൊക്കെ മനസ്സിലാക്കി. ഒരിക്കൽ പ്രവാചകനെ ഒരു മുറിയിലിരുത്തിയിട്ട് 9 ഭാര്യമാരും ചോദ്യം ചെയ്യും. ഒരാൾ പറയും, നബിയെ, എനിക്ക് വസ്ത്രമില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. മറ്റൊരു പെണ്ണ് പറയാണ്, നബി, എന്റെ അടുപ്പിൽ തീ മൂട്ടിയിട്ട് മാസങ്ങളോളായിട്ട് പട്ടിണിയാണ്. റസൂലുള്ളതെല്ലാം കൂടി നബിയാന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് കണ്ട് വീഴൂല. എന്നാ ഔലിയാക്കന്മാർ അറിഞ്ഞെങ്ങനെ മേജിക്കുമാരുണ്ടാക്കണമല്ല. റസൂലുള്ള ആകെ വിഷമിച്ചിട്ട് തല ഒരു മേശമ്മൽ ഇങ്ങനെ കയ്യിൽ കുത്തിങ്ങനെ വെക്കുക. ഈ സമയത്താണ് അബൂബക്കറുള്ളാഹിനും എന്റെ മകൾ ആയിഷ റളിയല്ലാഹു ആ കൂട്ടത്തിലുണ്ട്. ആ മുറിയിലേക്ക് കടക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു. അതുപോലെ രഹസ്യം ഞാൻ അറിയണ്ട, പുറത്ത് അറിയണ്ട, വാപ്പ അറിയണ്ട. കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു നബിയെ അതുപോലും ഞാൻ കിടക്കട്ടെ, പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോ 2 ആള് അകത്തേക്ക്. 2 ആൾക്കും മനസ്സിലായി 2 ബുദ്ധിമാന്മാരാണല്ലോ. എന്തോ നബിനോട് ഇവര് എനിക്കെന്തോ വിഷമം ഉണ്ടാക്കി. അബൂബക്കറുള്ളാഹിന് നേരെ ആയിഷയുടെ അടുത്തിലേക്ക് തല്ലാൻ നബി പോയി തടുത്തു. ഉമർ റളിയല്ലാഹു തന്റെ മകള് ഹഫ്സ റളിയല്ലാഹുവിനെ തല്ലാൻ വേണ്ടി വരുമ്പോൾ അതും നബി തടുത്തു. ഖുർആൻ അറിഞ്ഞത്, പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങൾ ദുനിയാവും അതിലെ അഴകും മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വരിക, ഉമത്തേക്കുന്ന നിങ്ങൾക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ ചെയ്തു തരാം. ഉസർഹിക്കുന്ന സറാഹൻ ജമീല, നിങ്ങളുടെ തലാക്ക് ഞാൻ ഭംഗിയായി തിരിച്ചു തരാം എന്ന് നബിയെ പറയുക. അപ്പൊ ഈ ദുനിയാവ് ചോദിക്കുന്ന ഭാര്യമാരെ മുഴുവൻ തലാക്ക് ചെല്ലാനുള്ള അവകാശം
പ്രവാചകൻ അന്ന് കൊടുക്കുകയാണ്. തൊലാക്ക് ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ ചില സന്ദർഭത്തിൽ അത് നിർബന്ധമായിട്ട് വരും. സൂറത്ത് തൊലാക്ക് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അതിൽ തൊലാഖിന്റെ മര്യാദകൾ, ഹറാമായ ഒരു കാര്യത്തിന്റെ മര്യാദ പഠിപ്പിക്കണം എന്നാ. അപ്പൊ ഈ നിലക്ക് ഏത് വഴിഫായ ഹദീസും നമുക്ക് എല്ലാവരും ഉദ്ധരിക്കുന്ന ആ വിഷയത്തിൽ ഞാൻ പോണ പിന്നെ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടാത്തതുകൊണ്ട് അപ്പൊ ഇവിടെ റസൂലുള്ളാഹിക്ക് അല്ലാഹു ദുനിയാവിനെ ചോദിക്കുന്ന ഭാര്യമാരെ ഒഴിവാക്കാനുള്ള ത്വലാഖ് ചെല്ലാനുള്ള അധികാരം നൽകുക. മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പരലോകത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളിൽ നിന്നുള്ള സദൂർത്തകളായ സ്ത്രീകൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം തയ്യാറാക്കിയിട്ടുണ്ട്. സൂറത്ത് അഹ്സാബിലെ 28, 29 വചനം ഈ വചനം ഇറങ്ങി. ഈ വചനം ഇറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അടക്കമുള്ള പെണ്ണുങ്ങൾ പറയാണ്, ഫഖാലത്ത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ബൽ നഖ്താറു അല്ലാഹ വറസൂലഹു വദ്ദാറുൽ ആഖിറ, ഞങ്ങള് ദുനിയാവിനെ ഒരിക്കലും ഇനി ആഗ്രഹിക്കൂല. നബിയോട് ഞങ്ങള് ഈ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങളുടെ ആയുസ്സിന്റെ കഴിയിൽ ഞങ്ങൾ ചോദിക്കൂല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബൽ നഖ്താറു, ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലാഹു വറസൂലഹു വദ്ദാറുൽ ആഖിറ, പരലോകത്തെയും അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. വഖുൽന, അപ്പോൾ മറ്റുള്ള ഭാര്യമാരും പറഞ്ഞു, വനഹ്നു നഖൂലു മിസ്ല മാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ പറഞ്ഞതുപോലെ ഞങ്ങളും ഇതാ പറയുന്നു. അപ്പൊ ഈ നിലക്ക് പ്രവാചകനെ ദുനിയാവിന്റെ പേരില് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ അവരൊക്കെ ചോദിച്ചതിന് അർഹതയുണ്ട്. കാരണം അത്രക്കും കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് പോലും അള്ള പറഞ്ഞത് ഈ കോർപ്പാലിക്കണം. അപ്പൊ ഈ നിലക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് ആ നിലവാരം സ്വീകരിച്ചെങ്കിൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയണം. പലപ്പോഴും പല ഭാര്യമാർക്കും അത് കഴിയാറില്ല. ആരോടെങ്കിലൊക്കെ പറയും. അപ്പൊ അത് വലിയ അപകടം ഉണ്ടാക്കും. ഇത് പ്രവാചകന് വരെ അനുഭവിച്ചതാണ്. ആ വിഷയത്തിൽ വന്ന ഒരൊറ്റ സംഭവം പറയും. നമുക്ക് അറിയാവുന്ന ഒരു വിഷയം കൂടിയാണത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അല്പം തേങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ നമസ്കാരത്തിന് ശേഷം എല്ലാ ഭാര്യമാരെ അടുത്തൊക്കെ പോകും. ഒക്കെ 2 മിനിറ്റ് 1 മിനിറ്റ് ഒക്കെ ഒന്ന് ഒരു സഞ്ചാരം നടത്തും. സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് പെണ്ണുങ്ങളാണ്. ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമ്പോൾ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാ കാലത്തും പെണ്ണുങ്ങളുടെ സ്വഭാവം. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെന്ന് വിചാരിച്ചിട്ട് ഒക്കെ വേറെ പ്രത്യേക സ്വഭാവമില്ല. പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുറെ അപാകതകൾ അവരിലുണ്ടായിരുന്നു. അപ്പൊ ആ നിലക്ക് സൈനബ റളിയല്ലാഹു അൻഹ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല തേൻ. ആ തേൻ കുടിപ്പിക്കാൻ വേണ്ടി 1-2 ദിവസം മറ്റുള്ള ഭാര്യമാരെ വീട്ടിലെത്തുന്നതിനെക്കാട്ടി ഒരു 5 മിനിറ്റ് ഏറെ സൈനബയുടെ വീട്ടിൽ ചെലവഴിച്ചു. ഇത് കണ്ടുപിടിച്ച ആര്? ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിന്റെ മകൾ. ഇവർ രണ്ടുപേരും പറഞ്ഞുറപ്പിച്ചു, നബി സൈനബയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ രണ്ടിൽ ആരുടെ അടുക്കൽ ആദ്യം വന്ന് കയറുകയാണെങ്കിൽ പറയണം, എന്ത് നിങ്ങളുടെ വായം മണക്കുന്നുണ്ട്, മഹാഫീറിന്റെ വാസന ഉണ്ട്. മഹാഫീർ എന്ന് പറഞ്ഞാൽ നബിക്ക് ഇഷ്ടപ്പെടാത്ത ദുർഗന്ധമുള്ള ഒരു തരം തേനാണ്. അത് നബി കഴിക്കാറില്ല. അപ്പൊ നബിനെ ഈറടിപ്പിക്കാൻ, ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി നബി യഥാർത്ഥത്തിൽ കഴിച്ച് നല്ല തേന. അങ്ങനെ ആദ്യം നബി ആരുടെ അടുക്കല ചെന്നു എന്നുള്ളത് പറയപ്പെടുന്നില്ല. ഹദീസിലും പറയപ്പെടുന്നില്ല, ഖുർആനിലും ഇല്ല. ഏതായാലും രണ്ടിലൊരാളുടെ അടുക്കൽ ആദ്യം ചെന്നപ്പോൾ ഇതേ വാദം, താങ്കളുടെ വായ മഹാഫീറിന്റെ വാസന ഉണ്ടല്ലോ നബിയെ. നബി സത്യം പറഞ്ഞുകൊണ്ട്, ഞാൻ സൈനബന്റെ വീട്ടിൽ നിന്ന് മഹാഫീർ കഴിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അറിയാം. ഞാൻ നല്ല തേന കഴിച്ചത്, ഇനി മേലിൽ ഞാൻ തേൻ കഴിക്കൂല. നബി ശപഥം ചെയ്തു. നിങ്ങളത് ആരോടും പറയും വേണ്ട, നബി രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞു. അതാണ് ഖുർആൻ ഇറങ്ങുന്നത്. അയ്യുഹൻ നബിയു, പ്രവാചകരെ, നമ്മളെ നാട്ടില്
ഹറാമു ഹലാലുണ്ടാക്കാൻ എല്ലാ പുരോഹിതന്മാർക്കും അവകാശമുണ്ടെന്ന സമസ്തക്കാരും മുഴുവൻ പ്രതിജ്ഞ. ഓരോ കൊല്ലം നിരവധി അനാചാരങ്ങളാ നാട്ടിൽ വരുന്നത്. ഇവിടെ നോക്കി നിങ്ങള്, പ്രവാചകന് വരെ അള്ളാഹ് ഹലാലാക്കിയ തേനെ ഹറാമാക്കാൻ അധികാരമില്ല. യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ, ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കിയതിനെ താങ്കൾ എന്തിനാണ് ഹറാമാക്കുന്നത്? വബ്തഗി മർളാത അസ്വാജിക, താങ്കളുടെ ഭാര്യമാരുടെ ആഗ്രഹം കാണിച്ചുകൊണ്ട്. എന്നിട്ട് നബി ഇത് ആരോടും നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു, രഹസ്യം സൂക്ഷിക്കാൻ പറഞ്ഞു. പക്ഷെ അവരെല്ലാം പാട്ടാക്കിയപ്പോ നബി ഈ രണ്ട് ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞു, ഞാൻ പറയണ്ട എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പരസ്യപ്പെടുത്തിയില്ലേ? അതിലൊരു പെണ്ണ് ചോദിക്കുക, ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്, കാലത്ത് മന്നമ്പകാക, നബിയെ ഞങ്ങളിത് പരസ്യപ്പെടുത്തിയ കാര്യം താങ്കളോട് ആരാണ് പറഞ്ഞത്? കാല നബ്ബാനിൽ അലീമുൽ ഖബീർ, കാല നബി പറഞ്ഞു, നബ്ബാനിൽ അലീമുൽ ഖബീർ, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായ അള്ളാഹുവാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. നിങ്ങളാണത് പരസ്യപ്പെടുത്തിയത്. ഭർത്താവിന്റെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്താൻ കാര്യങ്ങൾക്ക് അവകാശം. ആ പരസ്യപ്പെടുത്തല് ഈ കുടുംബബന്ധം ശിഥിലമാക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഏത് സേവനവും ചെയ്യാം. എത്ര സേവനം ചെയ്താലും ഭാര്യമാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമില്ല. അതേ അവസരത്തില് പുരുഷന്മാർക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന വിധത്തില് ഭാര്യമാരെ കൊണ്ട് ജയിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പരിശോധിച്ചാൽ പലപ്പോഴും പ്രവാചകൻ അടുപ്പിലൂതിയിട്ട് പോലും താടിമേൽ വെണ്ണൂറ് പറ്റിയിരുന്നു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നു. ഇത് നബിയുടെ ജീവിതം. സഅല റജുലുൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ഒരു സഹാബി വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, അൽക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅമലു ഫീ ബൈതിഹി, അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടില് വീട്ടുജോലി ചെയ്തിരുന്നോ? കാലത്ത് അവൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം, അതെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്സിഫു നഅലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെരുപ്പ് കണ്ടം വെക്കാറുണ്ടായിരുന്നു, ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു. വയുഖയ്യിതു സൗബഹു, വസ്ത്രം കീറിയാൽ അത് തുന്നാറുണ്ടായിരുന്നു. വയഅമലു ഫീ ബൈതിഹി, ഭാര്യമാർക്ക് ോടൊപ്പം വീട്ടുജോലികൾ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം അഹമ്മദ് തന്റെ അൽ മുസ്നദ് 6-ാം വാല്യം 121-ാം പേജിൽ പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസ്, ഖീലലി ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, മാകാന യഅമലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ എന്തൊക്കെ ജോലിയാണ് ചെയ്യാറുണ്ടായിരുന്നത്? കാലത്ത് അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബശറൻ മിനൽ ബശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. യഫ്ലി സൗബഹു, തന്റെ വസ്ത്രത്തിൽ വല്ല പേനോ മറ്റു വല്ല കടിക്കുന്ന വല്ല ജന്തുക്കളുണ്ട് എന്ന് പരിശോധിക്കല് നബിയുടെ സ്വഭാവമായിരുന്നു. വയഹ്ലിബു ഷാത്തഹു, ആടിനെ കറക്കാറുണ്ടായിരുന്ന പ്രവാചകൻ നബിയായിരുന്നു വീട്ടിലെ ആടിനെ കറന്നിരുന്നത്. വയഖ്ദിമു നഫ്സഹു, തന്റെ സ്വന്തം സേവനം, വസ്ത്രം അലക്കുക, അതുപോലെ മറ്റുള്ള സ്വന്തം തനിക്കുള്ള എല്ലാ സേവനവും നബി സ്വയം തന്നെയായിരുന്നു ചെയ്തിരുന്നത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ലായിരുന്നു എന്ന് ഇമാം അഹമ്മദ് തന്റെ അൽ മുസ്നദ് 1-ാം വാല്യം 256-ാം പേജിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ വന്ന മറ്റൊരു ഹദീസ് തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയും, മാ റഅയ്തു അഹദൻ കാന അർഹമു ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനേക്കാൾ കുടുംബത്തോട് കാരുണ്യം കാണിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കുടുംബത്തോട് അത്ര കണ്ട് കാരുണ്യം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകൻ. നല്ലതായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കേവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.